ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. യേശു കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ മാത്രമാണ് ഒരു സ്വാഭാവിക മരണം കൈവരിച്ചത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തി തന്നെ ദൈവമായി ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. യോഹന്നാൻ അത് നിരസിച്ചത് കാരണം യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടു. എണ്ണ തണുത്തു പോയതുകൊണ്ട് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിൽ ക്ഷുഭിതനായ രാജാവ് തന്നെ പത്മോസിലേക്ക് നാട് കടത്തി. താൻ പറയുന്നൊരു കാര്യമാണ്, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്തതും താൻ പ്രവർത്തിച്ചതും താൻ ഉപദേശിച്ചതും എല്ലാം കണ്ടാ ഞാൻ വളർന്നത്. ഈ പ്രതികൂലത്തിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല. യേശുവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ തളർന്നു പോകാൻ സമ്മതിക്കാതെ ആ പ്രതികൂലങ്ങളിലും ജയം വരിക്കാൻ, വിജയം കൈവരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ആമേൻ.